വടക്കേ മലബാറിലെ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയതിന് ശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്ന മറ്റൊരു ശക്തമായ വെല്ലുവിളി തിരുവിതാംകൂറിൽ നിന്നും വേലുത്തമ്പി ദളവയിൽ നിന്നായിരുന്നു. നാട്ടുകാർ ഭരിക്കണമെന്ന ആശയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച മഹാനായ ഒരു വ്യക്തിയായിരുന്നു വേലുത്തമ്പി ദളവ. കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം താലൂക്കിൽ തലക്കുളത്ത് വലിയ വീട്ടിലായിരുന്നു വേലുത്തമ്പിയുടെ ജനനം. ബാല്യകാലത്ത് തന്നെ അദ്ദേഹം അതിബുദ്ധിമാനും സമർത്ഥനുമൊക്കെയായിരുന്നു. ഒരിക്കൽ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ നിന്നും രാജാവിൻ്റെ ഒരു സ്വർണ്ണപ്പേടകം മോഷണം പോയതിൻ്റെ 3-ാം നാൾ വേലുത്തമ്പി അത് കണ്ടെടുത്ത് കൊട്ടാരത്തിലെത്തിച്ച് രാജാവിനെ ഏൽപ്പിച്ചു. വേലുത്തമ്പിയുടെ ബുദ്ധിസാമർത്ഥ്യത്തിൽ സന്തോഷവനായ തിരുവിതാംകൂർ രാജാവ് അതിന് പ്രതിഫലമായിട്ട് അദ്ദേഹത്തെ കൽക്കുളം മണ്ഡപത്തും വാതിൽക്കൽ കാര്യക്കാരനായി നിയമിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് തിരുവിതാംകൂർ രാജാവ് ഭരണകാര്യങ്ങളിൽ വളരെ ദുർബലനും അജ്ഞതനുമൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരം മേൽനോട്ടക്കാരിൽ ഒരാളായ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെ വാക്കുകളിൽ വീണിട്ട് അദ്ദേഹം ദിവാനായ കേശവപിള്ളയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം ജയന്തൻ ശങ്കരൻ നമ്പൂതിരെ സർവാധികാര കാര്യക്കാരനായിട്ട് നിയമിക്കുകയും ചെയ്തു. എന്നാൽ അധികാരപ്രേമിയായ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി അധികാരം കിട്ടിയതുടൻ തൻ്റെ ദുർഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ദുർഭരണത്തിനെതിരെ വേലുത്തമ്പി തൻ്റെ ജനകീയ സ്വാധീനം ഉപയോഗിച്ച് കൊട്ടാരത്തിലേക്ക് ഒരു വലിയ ജനകീയ മാർച്ച് തന്നെ നടത്തി. ക്ഷോഭിച്ചിളകി വന്ന ആ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ രാജാവിന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. വേലുത്തമ്പിയുടെ ആവശ്യപ്രകാരം ജയന്തൻ ശങ്കരൻ നമ്പൂതിരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും നാട് കടത്തുകയുമൊക്കെ ചെയ്തു. ഒരു വലിയ ജനകീയ ശക്തിക്ക് മുന്നിൽ രാജാധികാരം അടിയറവ് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. മാത്രമല്ല വിപ്ലവ നേതാവായ വേലുത്തമ്പിയെ ധനമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. ആ ഒരു പദവിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും കാര്യപ്രാപ്തിയും ഒക്കെ കണ്ടറിഞ്ഞ രാജാവ് 1801 അദ്ദേഹത്തെ ദളവ പദവിയിലേക്ക് നേരിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ വേലുത്തമ്പി ദളവയായി അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂറിൽ ശാസ്ത്രീയമായ ഒരു ഭൂനിയമം നടപ്പിലാക്കുന്നത്. അതോടെ അർഹതയില്ലാത്ത ഭൂസ്വത്ത് കൈവശം വെച്ചിരുന്ന ജന്മികൾക്ക് അവ നഷ്ടമായി. ജന്മികൾ ഒന്നടങ്കം വേലുത്തമ്പിയുടെ നേർക്ക് തിരിഞ്ഞു. അവരെ സംഘം ചേർന്ന് വേലുത്തമ്പിക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി. എന്നാൽ തന്ത്രശാലിയായ വേലുത്തമ്പി ദളവ ഇത് മണത്തറിഞ്ഞ് അവരെ പിടിച്ചു തടവിലാക്കി. തടവിൽ നിന്ന് ചിലർ തടവ് ചാടി രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ തടവ് ചാടി പോയവർ രാജ്യത്ത് മടങ്ങി വന്ന് കലാപം നടത്താൻ അല്ലെങ്കിൽ വിപ്ലവം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ കൂടുതൽ പട്ടാളക്കാരെ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ആവശ്യം വേലുത്തമ്പി തന്ത്രപൂർവ്വം തള്ളിക്കളഞ്ഞു. അതോടെ ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മാറി വേലുത്തമ്പി ദളവ.